ഡോക്ടർ പറഞ്ഞെടുത്തോളം ഈ രോഗം പിടിപെട്ടാലുള്ള സങ്കീർണതകൾ വളരെ വലുതാണ്. അതുപോലെ ഈ രോഗം എത്രത്തോളം നിയന്ത്രിക്കാൻ സാധിക്കും? ഈ രോഗം പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നൊരു കാര്യമല്ല ആൽസൈമേഴ്സ് ഡിമെൻഷ്യ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്ന ഒരു ഫീൽഡുമാണ് ഈ ആൽസൈമേഴ്സ് ഡിമെൻഷ്യയുടെ ചികിത്സ. പ്രധാനമായിട്ടും 3-4 തരം മരുന്നുകളാണ് നമുക്ക് ഈ രോഗത്തിന് ചികിത്സയ്ക്കായിട്ട് ലഭ്യമായിട്ടുള്ളത്. അത് മെയിൻലി ഡോണോപെസിൽ, ഗാലന്റമീൻ, റിവാസ്റ്റിഗ്മിൻ, മെമാൻറ്റിൻ എന്നിവ. ഇവ പ്രധാനമായിട്ടും തലച്ചോറിനുള്ളിലുള്ള അസറ്റൈൽ കൊളീൻ അല്ലെങ്കിൽ ഗ്ലൂട്ടമേറ്റ് ഇങ്ങനെയുള്ള ചില കെമിക്കലുകളുടെ അളവ് ഇതിൻ്റെ കുറവാണ് പലപ്പോഴും ആൽസൈമേഴ്സ് ഡിമെൻഷ്യയിൽ അവസാന ഘട്ടത്തിൽ അതിൻ്റെ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടാവുക. ഇതിൻ്റെ അളവെല്ലാം ഒരു സന്തുലിതാവസ്ഥയിലെത്തി ഈ രോഗം മൂർച്ഛിക്കുന്നതിന് ഒന്ന് ചെറിയ രീതിയിൽ സ്പീഡ് കുറയ്ക്കാനാണ് പ്രധാനമായിട്ടും ഈ മരുന്നുകൾ സഹായിക്കുക. അതിനേക്കാളേറെ ഈ രോഗിക്ക് പലതരത്തിലുള്ള പെരുമാറ്റ വ്യത്യാസങ്ങളുണ്ടാവാം. അപ്പോൾ ഇതെല്ലാം നിയന്ത്രിക്കാനുള്ള സങ്കടമെങ്കിൽ അത് അല്ലെങ്കിൽ ഉത്കണ്ഠ ഇതെല്ലാം നിയന്ത്രിക്കാനുള്ള പലതരം മരുന്നുകൾ ഇവയെല്ലാം നൽകാൻ കഴിയും. അതുപോലെ പലതരം കൗൺസിലിംഗ് പോലുള്ള മറ്റ് അവരുടെ മാനസിക നിലവാരം ഒന്ന് മെച്ചപ്പെടുത്താനുള്ള ചികിത്സകൾ ഇതെല്ലാം ചെയ്യാൻ കഴിയും. കൂടാതെ പുതിയതായിട്ടുള്ള പലതരം ഗവേഷണങ്ങളും നടക്കുന്നുണ്ട്. അതായത് ഈ ആൽസൈമേഴ്സ് ഡിമെൻഷ്യയിൽ തലച്ചോറിനുള്ളിൽ അമൈലോയിഡ് എന്ന് പറയുന്ന ഒരു വിഷലിപ്തമായ പ്രോട്ടീൻ പാട രൂപപ്പെട്ടിട്ടുണ്ട് ആ തലച്ചോറിനകത്തുള്ള കോശങ്ങൾക്കുള്ളിൽ. അതും ടാവു എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ചേർന്ന് മുടിയിഴകൾ പോലെ നാരുകൾ പോലുള്ള ചില കുരുക്കുകൾ ഉണ്ടാകാം. അപ്പോൾ ഇത്തരം അമൈലോയിഡ് പ്രോട്ടീൻസ് ഇതിൻ്റെ അളവ് കുറയ്ക്കാനും അവ തലച്ചോറിൽ നിന്ന് മാറ്റാനും ഈ ടാവു പ്രോട്ടീൻ ഡിപ്പോസിറ്റ് ചെയ്യാതിരിക്കാനും ഒക്കെയുള്ള പുതിയ ഗവേഷണ ഫലങ്ങളുണ്ട്. പുതിയ ഇമ്മ്യൂണോതെറാപ്പി തുടങ്ങി ചില പുതിയ തരം മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്ന ചിലതരം മരുന്നുകൾ അമേരിക്കയിലെ FDA അപ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവയ്ക്കെല്ലാം തന്നെ ഇതെല്ലാം രക്തത്തിലെ സിരകളിലൂടെ കുത്തിവെക്കുന്നതും പലതരത്തിലുള്ള സൈഡ് ഇഫക്റ്റ് ഉണ്ട്. ഇവ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. വളരെയധികം അങ്ങ് പുരോഗതി വന്നിട്ടില്ല. പക്ഷേ കാലക്രമേണ ഗവേഷണങ്ങളിലൂടെ ഇതിൽ കുറച്ചുകൂടെ മാറ്റങ്ങൾ വന്നേക്കാം. പക്ഷെ ഒരിക്കലും പൂർണ്ണമായും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുകയില്ല. പക്ഷേ ഈ ആൽസൈമേഴ്സ് ഡിമെൻഷ്യയ്ക്ക് വേണ്ടിയുള്ള പരിശോധനകൾ നടക്കുമ്പോൾ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള മറ്റ് പലതരം ഡിമെൻഷ്യകളും ഉണ്ട്. അതിനെ നമ്മൾ റിവേഴ്സിബിൾ ഡിമെൻഷ്യ എന്ന് പറയും. അപ്പോൾ ഇത്തരം പല ഡിമെൻഷ്യകളും കണ്ടെത്താൻ കഴിയാം. അവയെ ഇതിനൊപ്പം തന്നെ ചികിത്സിച്ച് മാറ്റാൻ കഴിഞ്ഞേക്കും. ഇതാണ് പ്രധാനമായിട്ടുള്ള ചികിത്സാ രീതികൾ. പിന്നെ നമ്മുടെ ഒരു ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ, അതായത് സന്തുലിതമായിട്ടുള്ള ജീവിതം, പ്രധാനമായിട്ടും പോഷകാഹാരം, വ്യായാമം, ഉറക്കം ഇവയെല്ലാം ഒരു കൃത്യമായ രീതിയിൽ കൊണ്ടുപോകുന്നതും രോഗം മൂർച്ഛിക്കുന്നതിന് കുറച്ചെങ്കിലും വ്യത്യാസം വരുത്താം. അതായത് നമ്മുടെ തലച്ചോറിനെ എപ്പോഴും ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളിൽ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് സാമൂഹികമായിട്ടുള്ള ഒറ്റപ്പെടലുള്ളവർക്കും കൂടുതലുള്ള വായന കുറവുള്ളവർക്കും എല്ലാം ഈ മറവി രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പരമാവധി ഇൻ്ററാക്റ്റ് ചെയ്യുക, എല്ലാവരുമായിട്ട് ഇടപെടുക, എപ്പോഴും ആക്റ്റീവായി നിൽക്കുക, പുസ്തകങ്ങൾ കൂടുതലായിട്ട് വായിക്കുക, തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന ചെസ് അല്ലെങ്കിൽ പസിൽസ് അല്ലെങ്കിൽ പദപ്രശ്നങ്ങൾ ഇതെല്ലാം വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. പുതിയതായിട്ടൊരു ഭാഷ പഠിക്കാൻ പറ്റുമെങ്കിൽ അതിന് ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺസിലെല്ലാം ഡുവോലിംഗോ ഇങ്ങനെയുള്ള ആപ്പ് വഴി നമുക്ക് പുതിയ ഭാഷ പഠിക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ വ്യായാമം, നല്ല രീതിയിലുള്ള വ്യായാമം തുടരാൻ കഴിയുക. ഉറക്കം ഒരു മിനിമം ഒരു 7 മണിക്കൂറെങ്കിലും ഉറക്കം ഡെയിലി ആവശ്യമാണ്. അത് സംതൃപ്തി കിട്ടുന്ന രീതിയിലുള്ള നല്ല ഉറക്കം എൻഷുർ ചെയ്യുക. അപ്പോൾ ആഹാരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഇലക്കറികൾ, നമ്മൾ മൈൻഡ് ഡയറ്റ് എന്ന് പറയും. പച്ചക്കറികൾ പ്രധാനമായിട്ടും ചീര, മുരിങ്ങ തുടങ്ങിയ ഇലക്കറികൾ, നല്ല രീതിയിലുള്ള കൊഴുപ്പടങ്ങിയ മത്സ്യങ്ങൾ, അതായത് നമ്മുടെ മത്തി, അയല, ചൂര തുടങ്ങിയുള്ള മത്സ്യങ്ങൾ, അതുപോലെ പൗൾട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മുട്ട അല്ലെങ്കിൽ കോഴിയുടെ ഇറച്ചി, അല്ലാതെ റെഡ് മീറ്റ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതായത് മെയിൻലി മട്ടൺ, ബീഫ്, പോർക്ക് തുടങ്ങിയവ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുപോലെ ആൽക്കഹോളിൻ്റെ ഉപയോഗവും നല്ലതല്ല എന്നുള്ളതാണ്. പുകവലിക്കുന്നവർ അതും ഒഴിവാക്കേണ്ടതാണ്. ഈ രീതിയിലുള്ള മൈൻഡ് ഡയറ്റ്. പിന്നെ ചില ബെറീസ്, അതായത് ബെറീസ് നമുക്ക് ചിലവ് കൂടിയതാണ്, ചെറിയ പഴങ്ങൾ, അതായത് സ്ട്രോബെറി, ക്രാൻബെറി തുടങ്ങിയവ. ഗ്രെയിൻസ്, അതായത് നമ്മൾ കഴിക്കുന്നപ്പോൾ ചോറായാലും വീറ്റായാലും അതായത് ഗോതമ്പായാലും ഇത് തവിട് കളയാത്ത മുഴുധാന്യങ്ങളായിട്ട് ഉപയോഗിക്കണം. പൊടിക്കാത്ത, റവയാക്കാത്ത മുഴുധാന്യങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. നട്ട്സ് ആൻഡ് സീഡ്സ് കൂടുതലായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. നട്ട്സ് എന്ന് പറയുമ്പോൾ അത് ബദാമായിരിക്കാം, അണ്ടിപ്പരിപ്പായിരിക്കാം, അല്ലെങ്കിൽ കശുവണ്ടി ആയിരിക്കാം. പക്ഷേ
കപ്പലണ്ടി ആയിരിക്കാം, ഏത് തന്നെയായാലും അത് കുറച്ചുകൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇതാണ് മൈൻഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇത്തരം തലച്ചോറ് ദ്രവിക്കുന്ന മറവി രോഗം പോലെയുള്ള അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനും കുറേ പ്രോഗ്രസ് ചെയ്യുന്നത് തടയാനും ഇത്തരം നമ്മുടെ ആഹാര രീതിയിലും ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് കുറേയൊക്കെ സഹായിക്കും.